ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BCom BBAയുടെ പ്രോസസ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എസ്സേ പോലും പ്രതീക്ഷിക്കാം. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വെയർ ബൈ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ് ഓർ ഓപ്പറേഷൻസ് ആൻഡ് ആവറേജ്ഡ് ഓവർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ എത്ര കോസ്റ്റ് വരുമെന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ സ്റ്റേജസ് ഓഫ് പ്രോസസ്സിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കണ്ട, പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കുക. ഈ പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി വയ്ക്കുക. പ്രൊഡക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് കസ്റ്റമർ സ്പെസിഫിക് ഓർഡർ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ഓർഡറിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുക. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു കോസ്റ്റിംഗ് സിസ്റ്റമാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇത് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോക്കിന് വേണ്ടിയല്ല, ഒരാളുടെ ഓർഡർ അനുസരിച്ചാണല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ. അതായത് ഒരു ജോബിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും വേറൊരു ജോബ്. പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെയല്ല, എല്ലാ യൂണിറ്റ്സും ഒരേപോലെയാണ്, ഹോമോജീനിയസ് ആണ്. അതുപോലെ കോസ്റ്റ്, അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ആണ് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ, ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ നമുക്ക് ആദ്യം എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. പ്രോസസ് അക്കൗണ്ട്, നമുക്കിപ്പോൾ ഒരു 3 പ്രോസസ്സ്, ഇപ്പോൾ ഒരു പെൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പേന നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇതിനകത്ത് ഇതുണ്ടാക്കുന്ന ചിലപ്പോൾ ഒരു പ്രോസസ്സിലായിരിക്കും, ഇതുണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലായിരിക്കും, ഇതുണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ഈ ഒരു പേന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ, ഇത് പെന്നായിട്ട് മാറുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: യൂണിറ്റ്സ് എമൗണ്ട്, ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് നമ്മുടെ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഇവിടെ കാണിക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസസ് ഒക്കെ കാണിക്കാം. ഇപ്പോഴത്തെ നമുക്ക് ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. കാരണം ഒരു പ്രോസസ്സ് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ബാലൻസ് വെച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചിലപ്പോൾ 2 or 3 പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൊഡക്റ്റ് എക്സ് റിക്വയർസ് 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു 3 പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഏതൊക്കെയാണ്? പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. അതിൽ പ്രോസസ് 1ൻ്റെ മെറ്റീരിയൽ എത്രയാണ്? 4000. പ്രോസസ് 2ൻ്റെ 600, പ്രോസസ് 3 400. ഡയറക്റ്റ് ലേബർ അതുപോലെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് പ്രോസസ് 1നും 2നും മാത്രമേ ഉള്ളൂ, 3ക്ക് ഇല്ല. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പറയുന്നുണ്ട് 6000. നമുക്കിനി എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. പ്രിപ്പയർ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെത്തേഡിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഡയറക്റ്റ് വേജസ്. അപ്പോൾ ഇങ്ങനെ വല്ല ക്വസ്റ്റ്യൻ എങ്ങാനും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് നമുക്ക് ടോട്ടലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഈ 3 പ്രോസസ്സിൻ്റെയും ടോട്ടൽ 6000 രൂപ എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. ഇത് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ പ്രോസസ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? അത് ക്വസ്റ്റ്യന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ചെയ്യേണ്ടത് 150% ഓഫ് വേജസ് ആണ്. അപ്പോൾ നമ്മൾ 150% ഓഫ് വേജസ് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ വേജസ് എത്രയാണ്? ഡയറക്റ്റ് ലേബറിനെയാണ് വേജസ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രോസസ് 1ൻ്റെ വേജസ് എത്രയാണ്? 1500 അല്ലേ. ആ 1500ൻ്റെ എന്ത് ചെയ്യണം, നമ്മൾ 150% എടുക്കുക. 150/100 എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോസസ് 1ൻ്റെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കിട്ടും. ഇതുപോലെ പ്രോസസ് 2ൻ്റെ എന്ത് കാണണമെങ്കിൽ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കാണണമെങ്കിൽ ഇവിടുത്തെ വേജസ് എത്ര? 1600 അല്ലേ. അപ്പോൾ 1600 × 150/100. അടുത്ത് കിട്ടാനായിട്ട് 900 × 150/100. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കിട്ടും. ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരീഡ് വാസ് 200 യൂണിറ്റ്സ്. ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് ആണ്. നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ആദ്യം പ്രോസസ് 1 അക്കൗണ്ട് വരയ്ക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ
നമുക്ക് പറയുന്നുണ്ട് 200 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് എഴുതുമ്പോൾ നമ്മൾ യൂണിറ്റ്സിൽ 200 കാണിക്കുക. എമൗണ്ട് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എമൗണ്ട് എത്രയാണ്? പ്രോസസ് 1ന് എത്രയാണ്? 4000 ആണ് മെറ്റീരിയൽ. ലേബർ 1500, ഡയറക്റ്റ് എക്സ്പെൻസ് 500, പ്രൊഡക്ഷൻ ഓവർഹെഡ് 1500ന് 150%. അപ്പോൾ ആ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ പ്രോസസ് 1 എന്ന് പറയുന്ന അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് മെറ്റീരിയൽ എഴുതി, ലേബർ എഴുതി, ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതി, പ്രൊഡക്ഷൻ ഓവർഹെഡ് 1500ന് 150%, 2250. ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 8250 എന്ന് കിട്ടും. യൂണിറ്റ്സ് 200 ആണ്. ഇത് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ 200 എടുത്ത് എഴുതാം, ഈ 8250 എഴുതാം. ഇനി അടുത്ത പ്രോസസ് 3 വരയ്ക്കുമ്പോൾ ഈ ബാലൻസ് ഉണ്ടല്ലോ, പ്രോസസ് 1ൻ്റെ ബാലൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രോസസ് 2 വരയ്ക്കുമ്പോൾ പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് വന്ന എമൗണ്ട് പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 200 ആ 8250 കാണിക്കാം. പിന്നെ പ്രോസസ് 2ൽ വരുന്ന മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മെറ്റീരിയലിൻ്റെ ലേബർ 1600 അല്ലേ, അതിൻ്റെ 150%, 2400. ഇത് ടോട്ടൽ ചെയ്യുക. ബാലൻസ് അടുത്ത പ്രോസസ്സിലേക്ക് കാണിക്കുക, പ്രോസസ് 3. പ്രോസസ് 3 വരയ്ക്കുമ്പോൾ പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് ഈ ബാലൻസ് കാണിക്കുക 200ഉം 13150. പിന്നെ മെറ്റീരിയൽ, ലേബറിൻ്റെ 150%, പ്രൊഡക്ഷൻ ഓവർഹെഡ്. കാരണം ഇവിടെ എന്തില്ല, ഡയറക്റ്റ് എക്സ്പെൻസ് പ്രോസസ് 3ലില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് പ്രോസസ് 1നും 2നും മാത്രമാണ്, 3ക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതേണ്ട കാര്യമില്ല. പ്രൊഡക്ഷൻ ഓവർഹെഡ്, ലേബറിൻ്റെ 150%, 1350. ഇനി നമുക്ക് എന്തില്ല, ഇനി ഒരു പ്രോസസ്സ് ഇല്ല അല്ലേ. പ്രോസസ്സ് 3ാമത്തെ പ്രോസസ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ് അല്ലേ. അപ്പോൾ അവിടെ മാത്രം ബാലൻസിങ് ഫിഗർ നിങ്ങൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് വേണം എഴുതാനായിട്ട്. ഇതാണ് ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എസ്സേ വരിക. ഒരു ഇതിനകത്ത് തന്നെ അബ്നോർമൽ ലോസും നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എല്ലാം കൂടി വരുന്ന ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിഫറൻസ് ഒക്കെ ചോദിക്കാം. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അത് അൺഅവോയ്ഡബിൾ ആണ്, നമുക്കൊരിക്കലും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് അൺഅവോയ്ഡബിൾ ആണ്. പക്ഷേ അബ്നോർമൽ ലോസ് പറഞ്ഞാൽ അവോയ്ഡബിൾ ആണ്. നോർമൽ ലോസ് എന്തായാലും സംഭവിക്കും, അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അബ്നോർമൽ ലോസോ അത് വേണമെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ റെക്കറിങ് നേച്ചർ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് അത് സംഭവിക്കും. അബ്നോർമൽ ലോസോ ആക്സിഡൻ്റൽ നേച്ചറാണ്. നോർമൽ ലോസ് നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്യാം. അബ്നോർമൽ ലോസ് ഒരിക്കലും പറ്റില്ല. ഇത് നമുക്ക് എക്സ്, അതായത് ഇൻപുട്ട്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര യൂണിറ്റ് ആണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് നോർമൽ ലോസ് വരിക. പക്ഷേ അബ്നോർമൽ ലോസ് അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നോർമൽ ലോസ് പ്രതീക്ഷിച്ചു, പക്ഷെ നമുക്ക് എന്ത് വന്നു, ഗെയിൻ വന്നു. അതാണ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഞാൻ അതൊരു എക്സാമ്പിളൊക്കെ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാതും കൂടി വരുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതിലെല്ലാതും വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും കൂടി വരുന്ന ഈ ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾ ഓക്കെ ആയി, പെർഫെക്റ്റ് ആയി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കോൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കൊപ്ര എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയായിരിക്കും. കൊപ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം നമ്മൾ ഈ ഉണക്കി നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ആട്ടാനായിട്ട് കൊടുക്കുമല്ലോ കൊപ്ര. അപ്പോൾ 100 കിലോഗ്രാം കൊപ്രയാണ് ഞാൻ എന്ത് ചെയ്തത്, വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി കടയിൽ കൊണ്ട് കൊടുത്തത്. 100 കിലോഗ്രാം കൊപ്ര ഞാൻ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഒരിക്കലും 100 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 60 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടിയെന്ന് വിചാരിക്കുക. 60 ലിറ്റർ വെളിച്ചെണ്ണ എനിക്ക് കിട്ടി. 100 കിലോഗ്രാം കൊപ്ര ഞാൻ കടയിൽ ആട്ടാനായിട്ട് കൊടുത്തപ്പോൾ എനിക്ക് 60 ലിറ്റർ വെളിച്ചെണ്ണയാണ് കിട്ടിയത്. ബാക്കിയുള്ള ഭാഗം നോർമൽ ലോസ് ആണ് അല്ലേ. ബാക്കി ഈ കൊപ്രയുടെ എന്ത് വരും, പിണ്ണാക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയാലോ. പിണ്ണാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. പിണ്ണാക്ക് ഈ ആടിനൊക്കെ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, പിണ്ണാക്ക്. ഈ ഒരു കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പിണ്ണാക്കാണ്. അത് നോർമൽ ലോസ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുത്താൽ 60 ലിറ്റർ വെളിച്ചെണ്ണയും കിട്ടും. ഒരു 40 കിലോഗ്രാം പിണ്ണാക്ക് കിട്ടുന്ന വിചാരിക്കുക നിങ്ങൾ. ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ് കേട്ടോ. ഈ ഒരു റേഷ്യോയിലൊന്നല്ല വരിക, ജസ്റ്റ് ഒരു ഓർത്ത് വയ്ക്കാം. 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുത്താൽ 60 ലിറ്റർ വെളിച്ചെണ്ണ എനിക്ക് കിട്ടും. ബാക്കി 40 കിലോഗ്രാം എന്തായിട്ട് പോകും, നോർമൽ ലോസ്, പിണ്ണാക്കായിട്ട് പോകും. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഞാൻ 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുക്കാറുണ്ട്. എനിക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടാറ്. പക്ഷേ ഒരു മാസം ഞാൻ ഈ 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുത്തു, എനിക്ക് 55 ലിറ്റർ വെളിച്ചെണ്ണയെ കിട്ടിയുള്ളൂ.
55 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടിയുള്ളൂ. ഒരു 5 ലിറ്റർ ഞാൻ പ്രതീക്ഷിക്കാതെ എന്ത് വന്നു, പിണ്ണാക്ക് വന്നു. അതായത് 40 കിലോഗ്രാം പിണ്ണാക്ക് വരേണ്ട സ്ഥാനത്ത് എനിക്ക് 45 കിലോഗ്രാം പിണ്ണാക്ക് വന്നു. പക്ഷെ ഞാൻ ആകെ പ്രതീക്ഷിക്കുന്നത് 40 കിലോഗ്രാം അല്ലേ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കൊരു 5 കിലോഗ്രാം കൂടി എന്ത് വന്നു, പിണ്ണാക്ക് കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഈ 5 കിലോഗ്രാമിന് പറയുന്ന പേരാണ് അബ്നോർമൽ ലോസ്, പ്രതീക്ഷിക്കാതെ വരുന്ന നഷ്ടം. ഞാൻ പ്രതീക്ഷിക്കുന്ന എപ്പോഴും 40 കിലോഗ്രാം പിണ്ണാക്കാണ്. കാരണം 100 കിലോഗ്രാം കൊപ്ര ആട്ടി എനിക്ക് ആകെ 60 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ എന്താ നോർമലി വിചാരിക്കുക, 60 ലിറ്റർ വെളിച്ചെണ്ണ എനിക്ക് ഇതിനും കിട്ടും, 40 കിലോഗ്രാം കൊപ്രയായിട്ട് പോകും. പക്ഷേ എനിക്ക് എന്തോ ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുത്തപ്പോൾ 55 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുള്ളൂ. 5 ലിറ്റർ പ്രതീക്ഷിക്കാതെ എനിക്ക് ലോസ് വന്നു. ദാറ്റ് ഈസ് അബ്നോർമൽ ലോസ്. ഇനി ഞാൻ വേറൊരു മാസം ഈ 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച 60 ലിറ്റർ വെളിച്ചെണ്ണയാണ്. പക്ഷേ എനിക്ക് 64 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടി. ഞാൻ 40 കിലോഗ്രാം എന്താണ് പിണ്ണാക്കാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 64 കിലോഗ്രാം കിട്ടിയില്ലേ. അപ്പോൾ 36 കിലോഗ്രാം എന്ത് വന്നുള്ളൂ, പിണ്ണാക്ക് വന്നുള്ളൂ. എനിക്കൊരു 4 കിലോഗ്രാം എന്ത് വന്നു, എക്സസ് വന്നു അല്ലേ. ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ഗെയിൻ വന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാതെ ഗെയിൻ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 100 കിലോഗ്രാം കൊപ്ര ആട്ടാൻ കൊടുത്തപ്പോൾ 60 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടിയുള്ളൂ, 40 കിലോഗ്രാം പിണ്ണാക്കായിട്ട് പോയി. അതാണ് നോർമൽ ലോസ് പറഞ്ഞാൽ. ഈ നോർമൽ ലോസ് വിറ്റാലും പൈസ കിട്ടില്ലേ. ഈ പിണ്ണാക്ക് എന്ന് പറഞ്ഞ സാധനം കടയിൽ കൊണ്ട് വിറ്റാൽ നമുക്ക് പൈസ കിട്ടില്ലേ. കാരണം ഈ ആടിനും അതുപോലെ പശുവിനൊക്കെ തീറ്റയ്ക്ക് കൊടുക്കുന്ന ഈ പിണ്ണാക്കാണല്ലേ. അപ്പോൾ ഈ നോർമൽ ലോസ് നമുക്ക് വിറ്റാലും പൈസ കിട്ടും. അപ്പം അങ്ങനെ ഈ നോർമൽ ലോസ് വിൽക്കുന്നത് എന്ത് വാല്യൂവിനാ, സ്ക്രാപ്പ് വാല്യൂവിനാന്ന് ഓർത്ത് വയ്ക്കുക. നോർമൽ ലോസ് കണ്ടാൽ നിങ്ങളത് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കണം. അത് ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ ഒക്കെ തരും. നിങ്ങൾ ആ നോർമൽ ലോസ് നമുക്ക് യൂണിറ്റിൽ തരണമെങ്കിൽ ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ ചെയ്താൽ അതിൻ്റെ എമൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നോർമൽ ലോസ് പറഞ്ഞാൽ എന്താണ്, സ്ക്രാപ്പ് വാല്യൂവിനാണ് വിൽക്കുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ പിണ്ണാക്ക് നമുക്ക് ഓക്കെ ആണല്ലേ. അപ്പോൾ നോർമൽ ലോസ് എന്തായാലും സംഭവിക്കും. ഞാൻ കടക്കാരോട് പറയണേ 100 കിലോഗ്രാം കൊപ്ര ഞാൻ തരുന്നുണ്ട്, എനിക്ക് 100 ലിറ്റർ വെളിച്ചെണ്ണ തരണം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എന്തായാലും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, കൊപ്രയുടെ നേച്ചർ അനുസരിച്ച് ഉറപ്പായിട്ടും ആ നോർമൽ ലോസ് വരും. കാരണം അത് ഉറപ്പായിട്ട് വരുന്ന സാധനമാണ്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അബ്നോർമൽ ലോസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം. എങ്ങനെ, ചിലപ്പോൾ നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കൂടുതൽ വളമിട്ട് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ കൊപ്ര നല്ലതോണം കിട്ടും നമുക്ക് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോർമൽ ലോസ് ക്ലിയർ ആണല്ലോ. അബ്നോർമൽ ലോസ് പ്രതീക്ഷിക്കാതെ നഷ്ടം വരികയാണെങ്കിൽ, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നഷ്ടം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് അബ്നോർമൽ ലോസ്. ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എന്താണ് കുറവാണ് എനിക്ക് ലോസ് വന്നേക്കണേ, അപ്പോൾ എനിക്ക് എന്താണ്, അബ്നോർമൽ ഗെയിൻ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എല്ലാതും കൂടി ഉള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രൊഡക്റ്റ് എക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ 3 distinct processes. You are required to prepare process account from the following information. മെറ്റീരിയൽ ഉണ്ട്, 1ന്റെ 2ന്റെ 3ന്റെ എന്നിട്ട് ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് 100% ഓൺ ഡയറക്റ്റ് വേജ്. അപ്പോൾ വളരെ സിമ്പിളായി അല്ലേ. വേജസിന് 100% എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യനിൽ എന്താണോ അത് തന്നെയാണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. അപ്പോൾ ഡയറക്റ്റ് വേജസ് ഇവിടെ 4000 അല്ലേ, അപ്പോൾ ഇവിടെയും 4000. 100% എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് തന്നെയല്ലേ. ഇവിടെയും 6000, ഇവിടെ 8000. ക്ലിയർ അല്ലേ. നമുക്ക് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് കൂടി ഞാൻ പറയാം. 1000 യൂണിറ്റ്സ് അറ്റ് ₹6 per unit were introduced in process 1. പ്രോസസ് 1ലേക്ക്, അപ്പോൾ എപ്പോഴും ഈ പ്രോസസ് 1ലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തരും. അത് പ്രോസസ് 1ൻ്റെ തരുള്ളൂ. അപ്പോൾ പ്രോസസ് 1ലേക്ക് നമ്മളൊരു 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 6 രൂപയാണ് ഒരു യൂണിറ്റിന്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പ്രോസസ് 1ൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട്, അതായത് അവസാനം അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് 950 യൂണിറ്റ്സ് ആണ്. പിന്നെ നോർമൽ ലോസ്, ഈ പ്രോസസ് 1ൽ നമ്മൾ എത്ര മെറ്റീരിയൽ കൊടുത്താലും, അപ്പോൾ പ്രോസസ് 1 ഒരു മെഷീനറി ആണെങ്കിൽ ആ മെഷീനറിയിൽ എത്ര മെറ്റീരിയൽ ഇട്ടാലും, എത്ര യൂണിറ്റ് മെറ്റീരിയലാണോ മെഷീനറിയിൽ ഇടുന്നത് അതിൻ്റെ 5% എന്തായിരിക്കും, നോർമൽ ലോസ് ആയിരിക്കും. എത്ര മെറ്റീരിയലാണ് നമ്മൾ ഇടുന്നത് അതിന് 5% നോർമൽ ലോസ് വരും. ഈ നോർമൽ ലോസ് വിൽക്കുന്നത് എന്ത് വാല്യൂനാണെന്ന് ഞാൻ പറഞ്ഞു, സ്ക്രാപ്പ് വാല്യൂ അല്ലേ. ആ സ്ക്രാപ്പ് വാല്യൂടെ 4 രൂപ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രോസസ് 1 അക്കൗണ്ട് വരയ്ക്കാം. ആദ്യം പ്രോസസ് 1 അക്കൗണ്ടിലേക്ക് ഒരു 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് 1000 കാണിക്കുക യൂണിറ്റിൽ 6 രൂപയല്ലേ. അപ്പോൾ 1000 × 6 6000. ഇനി മെറ്റീരിയൽസ്, ലേബർ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് മെറ്റീരിയൽസ് 5200, ഡയറക്റ്റ് വേജസ് 4000, പ്രൊഡക്ഷൻ ഓവർ ഹെഡും 4000. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. എന്താണ്, മെറ്റീരിയൽസിൻ്റെ അവിടെ 5200, ഡയറക്റ്റ് വേജസ് 4000, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 4000. ഓക്കെ അല്ലേ.
ഇനി നോർമൽ ലോസ് എപ്പോഴും ഈ സൈഡിലാണ് വരിക, റൈറ്റ് സൈഡിലാണ് നമ്മൾ നോർമൽ ലോസ് ചെയ്യുന്നത്. ഇവിടെ നോർമൽ ലോസ് ഉണ്ട്, ഇവിടെ എന്താ പറയുക 5% നോർമൽ ലോസ്. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് മെറ്റീരിയൽ ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ 1000 യൂണിറ്റ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ 1000 യൂണിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് 5%. അപ്പോൾ 1000 ഇൻറ്റു 5/100 ചെയ്യുക. അപ്പോൾ നമുക്ക് 50 യൂണിറ്റ് കിട്ടും. ഇതാണ് നോർമൽ ലോസ്. അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ പിണ്ണാക്ക്, ഈ പിണ്ണാക്ക് നമ്മൾ വിൽക്കുന്നത് എന്താ, ആക്രി വിലക്കിലെ സ്ക്രാപ്പ് വാല്യൂവിന് എത്ര രൂപയാണ് ആക്രി വില, 4 രൂപ അല്ലേ. അപ്പോൾ 50 ഇൻറ്റു 4, അപ്പോൾ 50 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 200 രൂപ എന്ന് കിട്ടി. അപ്പോൾ 50 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 200 എന്ന് കിട്ടി. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാനുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് 950 യൂണിറ്റ്സ്. അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പ്രോസസ് 2 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ, കാരണം അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നല്ലേ. അപ്പോൾ പ്രോസസ് 2 എന്ന് പറഞ്ഞ് എഴുതുക, എത്ര യൂണിറ്റാ, 950 യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യുക, യൂണിറ്റ് ബാലൻസ് ചെയ്യുക. ഇവിടെ 1000 ആണ്, ഇവിടെ 950 + 50 എന്തായി, 1000 ആയി. അപ്പോൾ രണ്ട് സൈഡ് യൂണിറ്റ് ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇൻ കേസ് ഈക്വൽ അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുറവ് വരാം, ഇവിടെ കുറവ് വരാം. ഇവിടെയാണ് കുറവ് വരുന്നതെങ്കിൽ അതിന് അബ്നോർമൽ ലോസ് എന്നും, ഇവിടെയാണ് കുറവ് വരുന്നതെങ്കിൽ അത് അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ്ലി ഈക്വൽ ആയി ടാലി ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടാൻ വളരെ സിമ്പിളാണ്. ഈ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് 19,200 നിന്ന് ഈ നോർമൽ ലോസിന് 200 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ 19,000 കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഒരു യൂണിറ്റിനെ കാണാൻ ഈ 19,000നെ 950 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 20 പെർ യൂണിറ്റ് കിട്ടും. അത് കണ്ടുപിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല, അത് ജസ്റ്റ് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് വെച്ചു കേട്ടോ. അടുത്ത പ്രോസസ് 2ലേക്ക് പോകാം. പ്രോസസ് 2 വരയ്ക്കുമെങ്കിൽ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ വേണം നമ്മളിവിടെ എഴുതാൻ. അപ്പോൾ പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ട് ഈ 950 ഈ 19,000 ആദ്യം എഴുതാം. പിന്നെ ക്വസ്റ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് 3960, വേജസ് 6000, പ്രൊഡക്ഷൻ ഓവർഹെഡ് 6000. ഇനി എന്ത് ചെയ്യുക, നോർമൽ ലോസ് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസ് പറഞ്ഞ് നോക്കിയാൽ പ്രോസസ് 2ൻ്റെ നോർമൽ ലോസ് എത്ര പെർസെൻറ്റ്, 10% അല്ലേ. അപ്പോൾ 10% പറയുമ്പോൾ ഇതല്ലേ ഇവിടുത്തെ യൂണിറ്റ്, ഈ യൂണിറ്റ് അല്ലേ പ്രോസസ് 2ലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 950യുടെ എത്ര പെർസെൻറ്റേജ്, 10%, 95. ഓക്കെ അല്ലേ. ഈ പ്രോസസ് 2ൽ വരുന്ന നോർമൽ ലോസ്, പ്രോസസ് 2ൽ വരുന്ന നോർമൽ ലോസ് വിൽക്കുന്ന എത്ര രൂപയ്ക്ക്, 8 രൂപ സ്ക്രാപ്പ് വാല്യൂവിനാണ്. അപ്പോൾ ഇവിടെ 4 രൂപ വെച്ച് ഇൻറ്റു ചെയ്താൽ പോരാ, 4 രൂപ പ്രോസസ് 1ല, ഇവിടെ 8 രൂപയാണ്. അപ്പം 95 ഇൻറ്റു 8, 95 ഇൻറ്റു 8 വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇവിടെ എഴുതാൻ. അപ്പോൾ 760 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് 840 അല്ലേ. അപ്പോൾ നമ്മൾ പ്രോസസ് 3 എന്ന് പറഞ്ഞില്ലേ എഴുതേണ്ടത്. അപ്പോൾ പ്രോസസ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 840 എഴുതാം. 840 എഴുതി. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഈ 95ഉം 840 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 840യും 95ഉം കൂട്ടി നോക്കുക, ഇവിടെ 95. അപ്പോൾ എവിടെയാണ് കൂടുതൽ നോക്കിയത് നിങ്ങൾ. അപ്പോൾ ഇവിടെ ടാലി ആവുന്നില്ല, കാരണം ഇവിടെ 950 ഉണ്ട്, ഇവിടെയാണെങ്കിൽ 840 + 95 നമുക്ക് 835 ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് 835 ഉള്ളൂ, ഈ സൈഡിലാണെങ്കിൽ 935 ഉള്ളൂ, ഈ സൈഡിലാണെങ്കിൽ 935 ഉള്ളൂ, ഈ സൈഡിലാണെങ്കിൽ 950 ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, 840ഉം 95ഉം, ഈ 95 നോർമൽ ലോസ് ആണ്. അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന ആക്ച്വൽ ഔട്ട്പുട്ടാണ് 840. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ ഇവിടെ 935, ഇവിടെ 950, രണ്ട് സൈഡും ഈക്വൽ ആവണ്ടേ. അപ്പോൾ ഇവിടെ എത്ര കുറവുണ്ട്, ഒരു 15 യൂണിറ്റ് കുറവുണ്ട് അല്ലേ. 15 യൂണിറ്റ് ഇവിടെ കുറവുണ്ട്. ഇവിടെയാണ് കുറവ് വരുന്നെങ്കിൽ അതിനെ എന്താ വിളിക്കുക, അബ്നോർമൽ ലോസ് എന്നാണ് വിളിക്കുക. ഇവിടെയാണ് കുറവ് വരുന്നെങ്കിൽ അതിനെ അബ്നോർമൽ ലോസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അബ്നോർമൽ ലോസ് എത്രയാണ്, 15 യൂണിറ്റ്. ഇനി ഇതിൻ്റെ എമൗണ്ട് കാണാനായിട്ട് ഈ 600 രൂപ എന്ന് കിട്ടാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കാം. നിങ്ങൾ ആദ്യം ഈ സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക, ഈ സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക. 34,960 എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അതുപോലെ എഴുതുക, 34,960 മൈനസ് ഈ 34,960 നമ്മൾ എന്ത് ചെയ്യണം, ഈ നോർമൽ ലോസിൻ്റെ എമൗണ്ട് ഇല്ലേ, നോർമൽ ലോസ് നമുക്കറിയാമല്ലോ 95 യൂണിറ്റ് ആണ്. ഇൻറ്റു 8 ചെയ്തപ്പോൾ സ്ക്രാപ്പ് വാല്യൂ വെച്ച് ഇൻറ്റു ചെയ്തപ്പോൾ 760 എന്ന് കിട്ടിയില്ലേ. ഈ 34,960 എന്ത് കുറയ്ക്കുക, 760 കുറയ്ക്കുക, ആ എമൗണ്ട് കുറയ്ക്കുക. ഈ സൈഡിലെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ഈ സൈഡിലെ യൂണിറ്റിലെ 950 യൂണിറ്റ്സ്, ഈ 950 യൂണിറ്റ്സിന് എന്ത് ചെയ്യുക, ഈ 95 കുറയ്ക്കുക. അപ്പം 950 മൈനസ് 95 ചെയ്യുക ഇൻറ്റു നമുക്ക് കിട്ടിയ അബ്നോർമൽ ലോസ്, ഇൻറ്റു 15 ചെയ്യുക. അപ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. ആ 600 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, ഈ ടോട്ടലിൽ നിന്ന് ഈ 760 കുറയ്ക്കുക,
ഡിവൈഡ് ബൈ ഈ ടോട്ടലിൽ നിന്നും ഈ 95 കുറയ്ക്കുക ഇൻറ്റു നമുക്ക് കിട്ടിയ അബ്നോർമൽ ലോസ്. നമുക്ക് ഈ 15 കിട്ടിയില്ലേ, ഇവിടെ 935, ഇവിടെ 950 ആയിരുന്നു. അപ്പോൾ ഒരു 15 യൂണിറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റു 15, അപ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോട്ടലിൽ നിന്ന് ഇത് രണ്ടും കുറച്ചാൽ ഈ ബാലൻസിങ് ഫിഗർ 33,600 കിട്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 33,600 ആയിരിക്കും ഇവിടുത്തെ എമൗണ്ട് വരിക. ഒരു യൂണിറ്റ് കിട്ടാൻ ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി പ്രോസസ് 3 അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കിട്ടിയ ബാലൻസിങ് ഫിഗർ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് 840 33,600 എടുത്ത് എഴുതി. ഇനി മെറ്റീരിയൽസ് എഴുതി 5,924 ഡയറക്റ്റ് വേജസ് എഴുതി, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എഴുതി. ഇനി ഇവിടെ നോർമൽ ലോസ് ഉണ്ട്. ഇവിടെ നോർമൽ ലോസ് എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞാൽ അങ്ങനെ പ്രോസസ് 3യുടെ 15% ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എത്ര മെറ്റീരിയൽ ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അപ്പോൾ ഇവിടെ 840 മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ. അപ്പോൾ 840 × 15%, അപ്പോൾ 126 കിട്ടും. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 10 രൂപയാണ്. അപ്പോൾ 126 × 10 1260. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇനി പ്രോസസ്സ് ഒന്നുമില്ല, നമുക്ക് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതാം. അത് എത്രയായിരുന്നു, 750 ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 750 എഴുതി. അപ്പോൾ 750 126 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈ സൈഡിലെ ടോട്ടൽ വരുന്നത് 876 ആണ് കേട്ടോ. ഈ സൈഡിലെ ടോട്ടൽ 876, ഈ സൈഡിലെ ടോട്ടൽ 840 ആണ്. അപ്പോൾ എവിടെ കൂടുതൽ, ഈ സൈഡിലല്ലേ കൂടുതൽ, ഈ സൈഡിൽ 876 ആണ്, ഇവിടെ 840 ആണ്. അപ്പോൾ ബാലൻസ് എവിടെ വരുന്നത്, കുറവ് എവിടെ വരുന്നത്, ഇവിടെയല്ലേ. ഇവിടെയാണ് കുറവ് വരുന്നെങ്കിൽ അതെന്താണ്, അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടുത്തെ അബ്നോർമൽ ഗെയിൻ എത്രയാണ്, 36. അപ്പോൾ 36 ആണ് ഇവിടുത്തെ ബാലൻസ് വരിക, അത് അബ്നോർമൽ ഗെയിൻ ആണ്. ഇനി അതിൻ്റെ എമൗണ്ട് എങ്ങനെ കിട്ടാമെന്നറിയോ, ഈ എമൗണ്ട് ഈ 2736 കിട്ടിയാലാണ് നമുക്കിത് ബാലൻസ് ചെയ്തിട്ട് ഇവിടെ എമൗണ്ട് കിട്ടുള്ളൂ. ഇത് കിട്ടാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ടോട്ടൽ, അതായത് ഈ 4 കൂടി കൂട്ടാം. അപ്പോൾ 33,600 5,924 8,000 + 8,000. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് കിട്ടില്ലേ, ഇത്രയും പോർഷൻ കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നിന്നും എന്ത് കുറയ്ക്കുക, ഈ 1260 കുറയ്ക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടുത്തെ ടോട്ടൽ ചെയ്തല്ലേ കുറച്ച് നേരത്തെ, അതുപോലെ ഈ ടോട്ടലിന് എന്ത് ചെയ്യുക, ഇത് കുറയ്ക്കുക ഡിവൈഡഡ് ബൈ ഈ 840 നിന്നും എന്ത് കുറയ്ക്കുക, 126 കുറയ്ക്കുക ഇൻറ്റു 36. ശ്രദ്ധിക്കുക, ഈ ടോട്ടലിൽ നിന്നും 1260 കുറയ്ക്കുക ഡിവൈഡഡ് ബൈ 840 മൈനസ് 126 ഇൻറ്റു 36. നേരത്തെ നമ്മൾ ഇൻറ്റു 15 ചെയ്ത് അബ്നോർമൽ ലോസ് വെച്ച് ഇൻറ്റു ചെയ്തു, ഇവിടെ അബ്നോർമൽ ഗെയിൻ വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 2736 കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇത് ടോട്ടൽ ചെയ്തിട്ട് ഇത് ബാലൻസ് ചെയ്താൽ നമുക്ക് 57,000 എന്ന് കിട്ടും. ഇതാണ് പ്രോസസ് 3 അക്കൗണ്ട്. അപ്പോൾ ഈ 3 പ്രോസസ്സ് വരയ്ക്കാനായിരിക്കും ചിലപ്പോൾ എസ്സേ ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്രോസസ്സ് ചോദിക്കും. അതിനകത്ത് ചിലപ്പോൾ അബ്നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ഗെയിൻ ഉണ്ടാവാം, ചിലപ്പോൾ രണ്ടും ഉണ്ടാകാതിരിക്കാം. ചിലപ്പോൾ ഒരു ക്വസ്റ്റിൽ അബ്നോർമൽ ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ചിലപ്പോൾ ഇനി എന്തുകൂടി വരയ്ക്കാൻ പറയാം, ഇതിനകത്ത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്ന അക്കൗണ്ട് കൂടി വരയ്ക്കാൻ പറയാം. അബ്നോർമൽ ലോസ് അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അബ്നോർമൽ ലോസ് ഉണ്ടല്ലോ, ഇവിടെ അബ്നോർമൽ ലോസ് വന്നിട്ടുള്ളത് ഏത് പ്രോസസ്സിലാണ്, പ്രോസസ് 2-ലല്ലേ. പ്രോസസ് 2-ൽ 15 യൂണിറ്റ് അബ്നോർമൽ ലോസ് വന്നിട്ടുണ്ട് 600 രൂപയുടെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അബ്നോർമൽ ലോസിൽ നമ്മൾ പ്രോസസ് 2-ലല്ലേ എഴുതിയേക്കണം, നമ്മൾ അവിടെ ക്രെഡിറ്റിൽ എഴുതിയേക്കണം. ഇവിടെ എന്ത് ചെയ്യണം, ഡെബിറ്റിൽ നമ്മൾ പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് 15 യൂണിറ്റ് 600 രൂപ എന്ന് എഴുതി. ഈ അബ്നോർമൽ ലോസ് പറഞ്ഞാൽ ഈ പിണ്ണാക്ക് തന്നെയല്ലേ, പ്രതീക്ഷിക്കാതെ വന്ന പിണ്ണാക്കാണെന്ന് മാത്രം അല്ലേ. അപ്പോൾ ഈ അബ്നോർമൽ ലോസ് വിൽക്കുന്നത് സ്ക്രാപ്പ് വാല്യൂവിനായിരിക്കില്ലേ. നമ്മൾ പ്രോസസ് 2-ലെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് മക്കളെ, പ്രോസസ് 2-ൽ നമുക്ക് നോർമൽ ലോസ് വിൽക്കുന്നത് എത്ര രൂപയ്ക്ക്, 8 രൂപയ്ക്കല്ലേ. അവിടുത്തെ പിണ്ണാക്ക് എന്ന് പറയുന്നത് നോർമൽ ലോസ് ആണല്ലേ. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ പിണ്ണാക്ക് തന്നെയാണ്, പ്രതീക്ഷിക്കാതെ വന്ന പിണ്ണാക്കാണ് അല്ലേ. അപ്പോൾ അതും വിൽക്കേണ്ടതും 8 രൂപയ്ക്ക് തന്നെയല്ലേ. അപ്പോൾ ഇവിടെ 15 × 8 ചെയ്യുക, ക്യാഷ് വിൽക്കുന്നത് ക്യാഷിനാണ്. 15 × 8 ചെയ്യുക, നമുക്ക് 120 കിട്ടും. ഈ 600-ൽ നിന്ന്, ഈ ടോട്ടൽ 600-ൽ നിന്ന് 120 കുറയ്ക്കുക. ബാലൻസ് എമൗണ്ട് നിങ്ങൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുക. അബ്നോർമൽ ഗെയിൻ വന്നിരിക്കുന്നത് പ്രോസസ് 3-ലെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം പ്രോസസ് 3 എന്ന് പറഞ്ഞിട്ട് 36 2736. അവിടെ 36 ഇവിടെ എഴുതിയിട്ട് നോർമൽ ലോസ് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്, പ്രോസസ് 3-യുടെ സ്ക്രാപ്പ് വാല്യൂ 10 രൂപയല്ലേ. അപ്പോൾ 36 × 10 360. ഈ ടോട്ടലിൽ നിന്ന് ഈ 360 കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് പ്രോസസ് അക്കൗണ്ട്. വളരെ വളരെ സിമ്പിളാണ്, എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വരുമ്പോൾ എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതും ചിലപ്പോൾ മേ ബി ചോദിക്കാം എക്സാമിന്. അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചെയ്ത ആ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ മേ ബി വരികയാണെങ്കിൽ നമുക്കത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അറിയാത്തൊരു ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 4000 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോസസ് ബിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസസ് ബിയിൽ നമുക്ക് 4000 വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം എഴുതുന്ന 4000. തൊട്ട് മുമ്പത്തെ നമ്മുടെ
ബാലൻസ് ഇല്ലേ 36,000 കിട്ടിയ എമൗണ്ട് യൂണിറ്റ് 36,000. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 36,000 36,000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് 1 രൂപ എന്ന് കിട്ടും. ഈ 1 രൂപ വെച്ചിട്ട് വേണം നമ്മൾ ഈ 4,000 എഴുതാനായിട്ട്. അതായത് പ്രോസസ് ബിയിൽ 4,000 അല്ല ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ 4,000 × 1 4,000. അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1000 ആണ്. ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ പെർ യൂണിറ്റ് ആണ്. 1000 × 1 1000. ഇനി ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ നമുക്ക് 56,250 കിട്ടും. 37,500. ഇനി എന്ത് ചെയ്യണം? 56,250 37,500 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 രൂപ 50 പൈസ എന്ന് കിട്ടും. ഇതാണ് അടുത്ത പ്രോസസ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ച് ഇൻറ്റു ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റനിൽ 16,500 വന്നിട്ടുണ്ട്. അതേ ഇൻറ്റു ഈ 1 രൂപ 50 പൈസ ചെയ്യുമ്പോൾ ഇവിടുത്തെ എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 5,500 ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 5,500 ഇൻറ്റു 1 രൂപ 50 പൈസ ചെയ്യുമ്പോൾ 8,250 കിട്ടും. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഇത്രയാണ് വെറൈറ്റി ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ തിയറി ചോദിക്കാം. വാട്ട് ഈസ് സ്ക്രാപ്പ്, വാട്ട് ഈസ് അബ്നോർമൽ ലോസ്, വാട്ട് ഈസ് അബ്നോർമൽ ഗെയിൻ, വാട്ട് ഈസ് നോർമൽ ലോസ്, എന്താണ് വേസ്റ്റേജ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോസസ് കോസ്റ്റിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. BCom-നും BBA-ക്കും കോമൺ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.